30 വർഷം മുൻപ് ബോംബെ സിനിമയിൽ ഷൈല ബാനുവായി പകർന്നാടിയ ബേക്കൽ കോട്ടയിൽ മനീഷ കൊയ്രാള വീണ്ടുമെത്തി. പ്രണയാർദ്ര ചിത്രങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന സംവിധായകൻ മണിരത്നം, ബേക്കൽ കോട്ടയുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത രാജീവ് മേനോൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അറബിക്കടലിന്റെ മനോഹാരിത നുകർന്ന് കോട്ടയുടെ ഇടവഴികളിലൂടെ സഞ്ചരിക്കവേ മൂവരിലും പഴയ ഓർമ്മകളുടെ തിരയിളക്കമുണ്ടായി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. 1995 പുറത്തിറങ്ങിയ ബോംബെ സിനിമയുടെ നായിക മനീഷ കൊയ്രാളയും സംവിധായകൻ മണിരത്നവും ഛായാഗ്രാഹകൻ രാജീവ് മേനോനും 30 വർഷത്തിനിപ്പുറം സിനിമയ്ക്ക് ദൃശ്യഭംഗി പകർന്നു നൽകിയ ബേക്കൽ കോട്ടയിലേക്ക് വീണ്ടുമെത്തി. 30 വർഷം മുൻപ് ഏറ്റവും മനോഹരമായ ലൊക്കേഷനായി മാറിയ ബേക്കൽ കോട്ടയിൽ ബോംബെ ടീം വീണ്ടും എത്തിയപ്പോൾ അറബിക്കടലിന്റെ തീരത്ത് പഴയ ഓർമ്മകളുടെ തിരയിളക്കമുണ്ടായി. കോട്ടയുടെ ഇടവഴികളിലൂടെ സഞ്ചരിച്ച് മനീഷ കൊയ്രാള അന്ന് ഉയിരേ എന്ന നിത്യഹരിത ഗാനത്തിനൊപ്പം അഭിനയിച്ചതിന്റെ മനോഹരമായ ഓർമ്മകൾ പുതുക്കി. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായ ബോംബെയുടെ പ്രധാന ലൊക്കേഷനുകളിലൊന്നായിരുന്നു ബേക്കൽ കോട്ട. അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളയും അവതരിപ്പിച്ച ശേഖർ, ഷൈല ബാനു എന്നീ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുന്നു. ചിത്രത്തിന് സംഗീതമൊരുക്കിയത് AR റഹ്മാനായിരുന്നു. സിനിമയിലെ എല്ലാ ഗാനങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉയിരേ എന്ന ഗാനം ഇന്നും പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയ ഏറ്റവും മികച്ച ഗാനമായി നിലകൊള്ളുന്നു. ബേക്കലിനൊപ്പം തളങ്കരയുടെ സൗന്ദര്യവും ബോംബെയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശേഖറിന്റെയും ഷൈല ബാനുവിന്റെയും വീട്, നായിക തീവണ്ടിയിൽ നിന്നും ഇറങ്ങി നായകനെ ആദ്യമായി കാണുന്ന രംഗങ്ങൾ എല്ലാം തളങ്കരയിലാണ് ചിത്രീകരിച്ചത്. ഉയിരേ എന്ന ഗാനം പിറന്ന ബേക്കൽ കോട്ട സന്ദർശിക്കുമ്പോൾ മഴയും കടലും ക്യാമറയും ചേർന്ന് സൃഷ്ടിച്ച അതുല്യ ദൃശ്യങ്ങളുടെ കഥ ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ വിവരിച്ചു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് കണ്ണൂർ താമസിച്ചിട്ട് പിന്നെ രാവിലെ പോകാനായിട്ട്, അപ്പോൾ എൻ്റെ അച്ഛൻ നേവിയിലായിരുന്നു. ഇപ്പോൾ നേവിയിലത്തെ ഒരു അച്ഛൻ്റെ കൂടെ ഒരു കൊമഡോർ മധു കോണ്ടത്ത്, അദ്ദേഹം കാഞ്ഞങ്ങാട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോൾ നേവി റിട്ടയർ ചെയ്ത ശേഷം അയാൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മുറിയിൽ ഈ ചിത്രം ഉണ്ടായിരുന്നു, ബേക്കൽ കോട്ടയിൽ. ഞാൻ പറഞ്ഞു ഇത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അടുത്താണ്, ഒരു കുറച്ച് 6 കിലോമീറ്ററേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ഭംഗിയായി, പക്ഷേ നമുക്ക് സമയമായി പോവാണ്. അദ്ദേഹം 3 തവണ തിരിച്ച് പറഞ്ഞു നിങ്ങൾ പോയി കാണണം. എന്നിട്ട് ഞാൻ കാറിലേക്ക് ഇറങ്ങണ സമയത്ത് അയാൾ പറഞ്ഞു നിൻ്റെ അച്ഛനും ഞാൻ ഇതിനെപ്പറ്റി, ഈ കോട്ടയെ പറ്റി വർത്തമാനം പറഞ്ഞിരുന്നു. ഓക്കെ, അച്ഛൻ ഇല്ല. അപ്പം ആ ഒരു ഇമോഷൻ തോന്നിയപ്പോൾ ഞാൻ വന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഫോട്ടോ എടുത്തു ഇവിടെ. പക്ഷെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യില്ല ആ പരസ്യ ചിത്രം. അപ്പോഴേക്കും ഞാൻ ബോംബെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം, ഒരു സിറ്റിയിൽ നിന്ന് അകന്നു പോയി 2 ലവേഴ്സ് മീറ്റ് ചെയ്യാണ്, അങ്ങനെ പ്രകൃതി ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയണം. ഇത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം മണിരത്നത്തിന് ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് മഴ. ഞങ്ങൾ വെറുതെ ഇരുന്നു. പിന്നെ വഴിയില്ലാണ്ട് മഴയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് മഴയത്ത് ഷൂട്ട് ചെയ്ത കാരണം കൊണ്ടാണ് അതിലാ പ്രകൃതിയും കടൽ കോപവും ആ ഈറമ്മും ആ ട്യൂണും എല്ലാം കൂടി ചേർന്ന് ഒരു എന്താ പറയുക, ഈ കോട്ടയിൽ അതിൻ്റെ മുമ്പിലും ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോട്ട്സ് അതിന് ഇത്രയും മനോഹരതയും വന്നിട്ട് ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷ്വൽസും അതിജീവിച്ചതിൻ്റെ കാരണം സമയമാണ്. അത് നമ്മൾ വന്നപ്പോൾ ഈ ഓരോരോ കല്ലുകളുടെ ഉള്ളിക്കുള്ളിലും ആ പച്ചപ്പും ഈറപ്പും നമുക്ക് തോന്നിയിരുന്നു. ആൻഡ് അപ്പോൾ ഇവിടെ ഒരുവിധമായ വികസനവും ഇല്ലാത്ത സമയമായിരുന്നു. ആ മുകളിൽ പോകണമെങ്കിൽ നമുക്ക് ഫുൾ ബേ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആഫ്റ്റർനൂണാണ്. ആരും അങ്ങനെ വന്ന് ഡിസ്റ്റർബൊന്നും ചെയ്യില്ല. മുക്കുവർ പോയിട്ട് അവർ കടലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവരാണ് ഞങ്ങളുടെ ഹെൽപ്പൊക്കെ ചെയ്യുക. അവർ വന്ന് ഇരിക്കും, കുറച്ച് നേരം കാണും. പിന്നെ 2ാമത്തെ ദിവസം ചില പിള്ളേരൊക്കെ വന്നിട്ട്
ന്യൂസൻസ് ചെയ്യണം. ഇവരാണ് പോയി നോ പാടില്ല, നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നാട്ടുകാരും വളരെയധികം കോഓപ്പറേറ്റ് ചെയ്തു. ബോംബെ ടീമിനെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എത്തിച്ചതോടെ ബോംബെയിലെ ഉയിരെ എന്ന ഗാനത്തിന്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ബേക്കൽ കോട്ടയെ വീണ്ടും സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പ്രദേശത്തെ സിനി ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. സിനിമയിലെ നായകനായ അരവിന്ദ് സ്വാമിയെയും ബേക്കലിലെത്തിക്കുവാൻ ടൂറിസം വകുപ്പ് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം നടന്നില്ല. ഉയിരെ ഗാനം ചിത്രീകരിച്ച കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ചുറ്റി നടന്നു കണ്ടാണ് മനീഷ കൊയ്രാളയും മണിരത്നവും രാജീവ് മേനോനും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.